ജനുവരി 22 രണ്ടാം ആഴ്ചയിലെ വ്യാഴാഴ്ച. മർക്കോസ് 3:7-12 വരെ വാക്യങ്ങൾ. പ്രശസ്തരായ സെലിബ്രിറ്റികളോ മന്ത്രിമാരോ ജനക്കൂട്ടത്തിനിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ സുരക്ഷാ ഗാർഡുകൾ അവരെ എങ്ങനെ സംരക്ഷിക്കുന്നുവെന്ന് നമുക്കറിയാം. പലപ്പോഴും അവരുടെ വരവോടെ അടുത്തു വരുന്ന ജനക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സെലിബ്രിറ്റികൾ അവർക്കായി ഒരു കാറ് സമീപത്തുണ്ടാവും. യേശുവും സമാനമായ പ്രശ്നങ്ങൾ നേരിട്ടു. ജനക്കൂട്ടം യേശുവിനെ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. അവനെ തൊടാനും സുഖം പ്രാപിക്കാനും അവർ ആഗ്രഹിച്ചു. ജനക്കൂട്ടം വർദ്ധിച്ചു വരികയാണെന്ന് യേശു മനസ്സിലാക്കിയപ്പോൾ അവർ തന്നെ ഞെരുക്കാതിരിക്കാൻ തനിക്കായി ഒരു വള്ളം തയ്യാറാക്കാൻ അവൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. ജനക്കൂട്ടത്തിൽ അശുദ്ധാത്മാക്കളും ഉണ്ടായിരുന്നു. അവർ യേശുവിനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രനാണെന്ന് നിലവിളിച്ചു. ഈ വാക്കുകൾ കേട്ടപ്പോൾ യേശു അശുദ്ധാത്മാക്കളോട് മിണ്ടാതിരിക്കാൻ കർശനമായി ആജ്ഞാപിച്ചു. അവർ അവനെ വെളിപ്പെടുത്തരുത്. യേശുവിൻ്റെ നാളിൽ രാജാക്കന്മാരെയും ഈജിപ്ഷ്യൻ ദേവന്മാരുടെ പുത്രന്മാരെയും ദൈവപുത്രന്മാർ എന്ന് വിളിച്ചിരുന്നു. പല റോമൻ ചക്രവർത്തിമാർക്കും ദൈവപുത്രൻ എന്ന ടൈറ്റിൽ ഉണ്ടായിരുന്നു. ബൈബിളിൽ ദൈവദൂതന്മാരെ ദൈവപുത്രന്മാർ എന്ന് വിളിക്കുന്നുണ്ട്. ഇസ്രായേലിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു. അതായത് ദൈവത്തോട് പ്രത്യേകമായി അടുപ്പമുള്ള ഒരു വ്യക്തിയെ സൂചിപ്പിക്കാൻ ദൈവപുത്രൻ എന്ന പേര് സാധാരണയായി ഉപയോഗിച്ചിരുന്നു. ദൈവവുമായി ഐക്യത്തിലായിരുന്നതുകൊണ്ടായിരിക്കാം യേശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടത്. ഭൂതങ്ങൾ യേശുവിനെയും അവൻ്റെ വിശുദ്ധിയെയും ഉടനടി തിരിച്ചറിഞ്ഞു. നമ്മുടെ സമകാലിക ലോകത്ത് യേശുവിനെ അനുഗമിച്ച ജനക്കൂട്ടം ലോകശാന്തിയും ജീവിതത്തിന് അർത്ഥവും തേടുന്ന എണ്ണമറ്റ ആളുകളെ അവരുടെ പ്രതിധ്വനികൾ കണ്ടെത്തുന്നു. ക്രിസ്തുവിൻ്റെ ശരീരമെന്ന നിലയിൽ സഭ ലോകശാന്തിയുടെയും അനുരഞ്ജനത്തിൻ്റെയും ദൗത്യം തുടരുന്നു. ജനക്കൂട്ടം യേശുവിനെ അന്വേഷിച്ചതുപോലെ നമ്മുടെ സമൂഹങ്ങളിലും അതുപോലെ തന്നെ കൂദാശകളിലും മറ്റുള്ളവരുടെ സേവനത്തിനും അവനെ അന്വേഷിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷം യേശുവുമായുള്ള ആഴത്തിലുള്ള ഒരു കണ്ടുമുട്ടലിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. ജനക്കൂട്ടം അവനെ പിന്തുടരുന്നതും അവരുടെ ആവശ്യങ്ങളോടുള്ള അവൻ്റെ കരുണാമയമായ പ്രതികരണവും അവൻ്റെ സ്നേഹത്തിൻ്റെയും രോഗശാന്തി നൽകാനുള്ള കഴിവിൻ്റെയും കാലാതീതമായ സത്യത്തെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ സങ്കീർണതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മെ സുഖപ്പെടുത്താനും രൂപാന്തരപ്പെടുത്താനുമുള്ള യേശുവിൻ്റെ കഴിവിൽ ആശ്രയിച്ച് നമുക്ക് എപ്പോഴും അവിടുത്തെ സാന്നിധ്യം അന്വേഷിക്കാം. ജനക്കൂട്ടത്തെ യേശുവിലേക്ക് ആകർഷിച്ച അതേ കാരുണ്യത്തോടും പ്രത്യാശയോടും കൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്നതിലൂടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ പരിശ്രമം എങ്ങനെ ഉൾക്കൊള്ളാമെന്ന് നമുക്ക് ചിന്തിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രോം കേരള.